community. സുവിശേഷം കേട്ടിട്ടില്ല, കേൾക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. സുവിശേഷം എന്നത് മൊത്തം യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ ചെയ്ത മർമ്മം വിളിച്ചു പറയുന്നതാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ. ആത്മമണ്ഡലത്തിൽ മനുഷ്യന് വേണ്ടി ഒരു പൂർത്തീകരണ പ്രവൃത്തി യേശു ചെയ്ത് കഴിഞ്ഞു. അത് ആത്മമണ്ഡലത്തിലാണ്, അത് ഭൗതിക മണ്ഡലത്തിൽ അത് വെളിപ്പെട്ടിട്ടില്ല. എന്നാൽ ആത്മമണ്ഡലത്തിൽ സകലതും ചെയ്ത് കഴിഞ്ഞു എന്ന് ആര് വിശ്വസിക്കുന്നോ അവിടെ വിശ്വസിക്കുന്നവരും അവരുടെ ജീവിതത്തിൽ അത് വ്യാപരിക്കാൻ തുടങ്ങും. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പെട്ടെന്ന് ഞാൻ പ്രസംഗിക്കാനുള്ള സജിത് ബ്രദറിൻ്റെ സ്റ്റേജിൽ പ്രസംഗിക്കാനുള്ള ഒരു രീതിയിലല്ല, എന്നാൽ പെട്ടെന്ന് ദൈവം നിങ്ങളെ ചില വാക്യങ്ങൾ കൂടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉൽപ്പത്തി 1:26 മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടിപ്പ് നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആരെങ്കിലും ഒന്ന് വായിച്ചാൽ, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അത്ര മതി, വാഴട്ടെ. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം സൃഷ്ടിച്ചു. സ്വരൂപത്തിലും സാദൃശ്യത്തിലും സ്വരൂപിച്ച സൃഷ്ടിച്ചിന് മനുഷ്യനെ വാഴുവാനാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൽ തന്നെ മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം വാഴുവാനാണ്. നമ്മൾ മനസ്സിലാക്കണം, ഉൽപ്പത്തി 1 മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ, സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ പ്ലാൻ ദൈവം അവിടെ വെളിപ്പെടുത്തുകയാണ്. നമ്മൾക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന് പറയുകയാണ്, നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം. മനുഷ്യനെ സൃഷ്ടിക്കുന്നത് നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ വാഴുവാൻ, അടക്കി വാഴുവാൻ. നമ്മളെല്ലാവരും ഒരുമിച്ച് പറയാം, വാഴുവാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. വാഴുവാൻ, വീഴുവാനല്ല, വാഴുവാൻ സൃഷ്ടിച്ച മനുഷ്യൻ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ ഇഴജാതികളുടെ മേലും വാഴുവാനാണ് കൽപ്പിച്ചത്. എന്നാൽ ഒരു ഇഴജാതിയാണ് അവനെ വീഴിച്ചത്. നമ്മൾ വാഴേണ്ടതായ ഓരോന്നും ദൈവം പറഞ്ഞിരിക്കുന്നതിൻ്റെ മേൽ വാഴുന്നില്ല എങ്കിൽ നമ്മളെ വീഴിക്കും. ഏത് കാര്യമാണ് നമ്മൾ വാഴുവാൻ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതിനെ നമ്മൾ വാണില്ല എങ്കിൽ അത് നമ്മളെ ഒരു ദിവസം വീഴിക്കും. അത് പണമാകട്ടെ, അത് നമ്മൾ ലോകത്തിൻ്റെ പ്രതാപമാകട്ടെ, അതിനെ വാഴുവാനാണ് ദൈവം ഈ ലോകത്തിൽ നമ്മളെ ആക്കുന്നത്. എന്നാൽ അത് നമ്മളെ വാഴുവാൻ നമ്മൾ അതിനുള്ള ഇടം കൊടുത്തുകാൽ ഒരു ദിവസം നമ്മളെ അത് വീഴിക്കും. ഇത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യന് ദൈവത്തിൻ്റെ പ്ലാൻ നമ്മൾ മനസ്സിലാക്കണം. സാദൃശ്യം, സ്വരൂപം. എന്നാൽ ദൈവത്തിൻ്റെ ലൈഫ് മനുഷ്യനൊരു ചോയ്സ് ആയിരുന്നു. സാദൃശ്യം, സ്വരൂപം, ദൈവത്തിൻ്റെ ലൈഫ്. I want you to get that point. ദൈവത്തിൻ്റെ ലൈഫ് മനുഷ്യനൊരു ഒരു ഓപ്ഷൻ ആയിരുന്നു, ഒരു ഫ്രീ വിൽ ചോയ്സ് ആയിരുന്നു. അത് ട്രീ ഓഫ് ലൈഫ് നമ്മൾ അതിനകത്ത് കാണാൻ സാധിക്കും. ഉൽപ്പത്തി 2:17 തോന്നുന്നു, വായിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ഞാൻ പോവുകയാണ്. അതിനകത്ത് മനുഷ്യനോട് ഒരൊറ്റ കൽപ്പനയെ ദൈവം പറയുന്നുള്ളൂ, ഒരൊറ്റ കാര്യം മനുഷ്യനോട് പറയുന്നുള്ളൂ. മനുഷ്യ, തോട്ടത്തിലുള്ള സകലതും, ഈ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളും നിനക്കുള്ളതാണ്. എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം മാത്രം നീ കഴിക്കരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പോൾ ആ വാക്യത്തിൽ തന്നെ അടുത്ത് ഇവിടെ പറയുന്നുണ്ട്, ജീവന്റെ വൃക്ഷവും അതിൻ്റെ തൊട്ട് സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. ജീവന്റെ വൃക്ഷം, നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം. ഈ മനുഷ്യന് തന്നിരിക്കുന്നതായ ഇമേജും ലൈക്നെസ്സും സാദൃശ്യവും സ്വരൂപവും അത് ഒരു മനുഷ്യനത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. I want you to get this point clear. എന്ന് പറഞ്ഞാൽ സാദൃശ്യവും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യന് ആ സാദൃശ്യവും സ്വരൂപവും അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നെങ്കിൽ, നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ലൈഫ് അകത്ത് വരാതെ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യന് സാദൃശ്യം കിട്ടി, സ്വരൂപം കിട്ടി, എന്നാൽ ദൈവത്തിൻ്റെ ലൈഫ് അകത്ത് കടന്നു വരിക എന്നുള്ളത് ആദാമിൻ്റെ ഫ്രീ വിൽ ചോയ്സ് ആയിരുന്നു.
ദൈവത്തിൻ്റെ ആഗ്രഹം എന്തായിരുന്നു ചോദിച്ചാൽ, ആദാമേ, നീ ഫ്രീ വിൽ ചോയ്സ് കൊണ്ട് ഈ ജീവൻ്റെ വൃക്ഷം കഴിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിന്നെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനാണ് നിന്നിൽ കൂടെ വാഴുവാൻ തുടങ്ങുന്നത്. നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ആദാം സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ, നന്മതിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം ആദാം കഴിച്ചു. ആ കഴിച്ചതിൻ്റെ അനന്തര ഫലമായിട്ട് ആദാമിൽ നിന്നൊരു ലോകം ഉണ്ടായി. അതാണ് നമ്മൾ ഈ കാണുന്ന ലോകം. വീണുപോയ ആദാം നന്മതിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലത്താൽ ജീവിക്കുന്ന ഒരു ലോകമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ലോകം. യേശുവിൻ്റെ ജീവനാൽ, അല്ലെ ദൈവത്തിൻ്റെ ജീവനാൽ ജീവിച്ച് അടക്കി വാഴുവാൻ, ലോകത്തെ അടക്കി വാഴുവാൻ സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിൻ്റെ ജീവൻ അവൻ ഏറ്റെടുക്കാതെ അവൻ ചെയ്തത് നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് ജീവിച്ച് ഈ ഇമേജും ലൈക്നെസ്സും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചു. കർമ്മങ്ങൾ കൊണ്ട് ഈ ഇമേജും ലൈക്നെസ്സും കർമ്മമാർഗത്തിൽ കൂടെ, കർമ്മങ്ങൾ കൂടെ, നല്ല പ്രവൃത്തിയിൽ കൂടെ ദൈവത്തിൻ്റെ ഇമേജും ലൈക്നെസ്സും അവൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചു. ആ ഒരു ജനതയാണ്, മനുഷ്യവർഗമാണ് 4000 വർഷത്തോളം നമ്മൾ കാണുന്നത്. നമ്മൾ നോക്കണം, പഴയ നിയമം മൊത്തം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം, വീണുപോയ മനുഷ്യനാണ് ന്യായപ്രമാണം കൊടുത്തത്. വീണുപോയ മനുഷ്യനെ വീണ്ടും യേശു ക്രിസ്തുവിലേക്ക്, രക്ഷിതാവിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് ഈ ദൈവം ന്യായപ്രമാണം കൊടുത്തത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യനെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചുവോ ആ സൃഷ്ടിപ്പിൽ നിന്ന് വീഴിച്ചത് അവൻ്റെ സ്വയമായ എഫർട്ട് കൊണ്ട്, അവൻ്റെ സ്വന്തം പരിശ്രമം കൊണ്ട് അവൻ ദൈവം കൊടുത്തിരിക്കുന്ന ആ ഇമേജും ലൈക്നെസ്സും എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ള ഒരു ചിന്താഗതിയിലാണ് അവൻ്റെ വീഴ്ച സംഭവിക്കുന്നത്. 5 ദിവസത്തെ സൃഷ്ടിക്ക് ശേഷം 6-ാം ദിവസം സൃഷ്ടിക്കപ്പെട്ടവന് ഈ 5 ദിവസം സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ മേൽ വാഴുവാനാണ്. 5 ദിവസത്തെ സൃഷ്ടിപ്പിന് ശേഷം 6-ാമത്തെ ദിവസത്തെ സൃഷ്ടിയാണ് മനുഷ്യൻ. 5 ദിവസത്തെ സൃഷ്ടിയുടെ മേലിൽ വാഴുവാനാണ് 6-ാമത്തെ ദിവസം സൃഷ്ടിച്ചു. എന്നാൽ 7-ാമത്തെ ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം സ്വസ്ഥതയിലേക്ക് കയറി. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. 5 ദിവസത്തെ സൃഷ്ടിപ്പിന് ശേഷം 6-ാമത്തെ ദിവസം സൃഷ്ടിച്ച മനുഷ്യന് 5 ദിവസത്തെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്തിൽ, ഈ ലോകത്തിലുള്ള എല്ലാ ഫിസിക്കൽ വേൾഡാണ് 5 ദിവസം സൃഷ്ടിച്ചത്. ആ 5 ദിവസം സൃഷ്ടിപ്പിനെ 6-ാം ദിവസം സൃഷ്ടിച്ച മനുഷ്യൻ അടക്കി വാഴുവാനാണ് ദൈവം അവനെ സൃഷ്ടിച്ചത്. ഇനി നമ്മൾ ഐ വോണ്ട് ടു ഗെറ്റ് ദ പോയിന്റ് വെരി ക്വിക്ക്ലി. അപ്പം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, അപ്പോൾ ഈ 4000 വർഷം യേശുക്രിസ്തുവിൻ്റെ വരവ് വരെയും നമുക്കറിയാം, ജീവൻ്റെ വൃക്ഷം ആദാം കഴിച്ചു, നന്മതിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ച് ആ സമയം തന്നെ ആദാം ആത്മീകമായി മരിച്ചു. ആത്മീകമായി മരിച്ചതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കും, ആദാമിനെ ഏദൻ തോട്ടത്തിൽ നിന്ന് വെളിയിലേക്ക് ഇറക്കി ആ ജീവൻ്റെ വൃക്ഷം അവന് കഴിക്കുവാൻ ഒക്കാത്ത രീതിയിൽ ആ ജീവൻ്റെ വൃക്ഷത്തിന് ചുറ്റും വേലി കെട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തു, എൻ്റെ പോയിന്റ് ജനസിസിലല്ല, പോയിന്റ് വരുന്നത് യേശു ക്രിസ്തു ഇനിയും വരുന്നത് ഞാനാകുന്നു നിത്യജീവൻ. ഞാൻ വന്നത് സ്വർഗരാജ്യം ഇവിടെ കൊണ്ടുവരാനാണ്. ഈ 4000 വർഷം സ്വർഗരാജ്യം എവിടെ പോയിരുന്നു? ആദാം കൊണ്ടുവരേണ്ടത്. യേശു പറയുന്നത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാണ്, ഞാനാണ് ജീവൻ, ഞാനാണ് ജീവന്റെ അപ്പം. അന്ന് ആദാം നഷ്ടപ്പെടുത്തിയത് ഒടുക്കത്തെ ആദാമായി ഞാൻ വന്നുകൊണ്ട് ആദ്യത്തെ ആദാമിൻ്റെ എല്ലാ പാപങ്ങളും യേശു ക്രിസ്തു ഒരിക്കലായിട്ട് എന്നേക്കുമായിട്ട് കാൽവറി ക്രൂശിൽ നമ്മൾക്ക് വേണ്ടി, നമ്മുടെ റെപ്രസെൻറ്റേറ്റീവായി നമ്മൾക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞു. ഒടുക്കത്തെ ആദാമായിട്ട് ആദ്യത്തെ ആദാം ചെയ്തതിൻ്റെ പാപം മൊത്തം, ആ ഒടുക്കത്തെ ആദാം എന്നുള്ള വിശേഷം നമ്മൾ മനസ്സിലാക്കണം. ഒടുക്കത്തെ ആദാമിൻ്റെ മരണത്തോടുകൂടെ ആദാമ്യ വർഗം ആത്മമണ്ഡലത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞു. ഇന്ന് വീണ്ടും ജനിച്ചിരിക്കുന്നതായ ഞാനും നീയും ആദാമ്യ വർഗത്തിലല്ല, ആത്മമണ്ഡലത്തിലായിരിക്കുന്നത്. യേശുവിലാണ് നമ്മളായിരിക്കുന്നത്. യേശുവിലായിരിക്കുകയാണ്. ഇനിയും ആദാമ്യ വർഗത്തിൽ ജീവിക്കുന്നവരാണ് ലോകം എന്ന് പറയുന്നത്. ഈ പ്രമാണത്തിനകത്ത് ആദാമ്യ വർഗത്തിൽ ജീവിക്കുന്നവരാണ്. എന്നാൽ വീണ്ടും ജനിച്ച വ്യക്തി നമ്മൾ മനസ്സിലാക്കണം, ഈ ലോകത്തിൻ്റെ പ്രമാണത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. യേശു കാൽവറി ക്രൂശിൽ എനിക്ക് എന്തു ചെയ്തു എന്ന ആത്മമണ്ഡലത്തിൽ ഞാൻ വിശ്വസിക്കും തോറും അവൻ ആത്മാവിൽ ചെയ്തത് എൻ്റെ ജീവിതത്തിൽ വ്യാപരിക്കാൻ തുടങ്ങും. അത് വ്യാപരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കാണ്
എൻ്റെ ജീവിതത്തിൽ ആ ഇമേജും ലൈക്നെസ്സും മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് യേശുവിൻ്റെ ജീവൻ കൊണ്ട് മാത്രമേ സാധിക്കുവാൻ കഴിയുള്ളൂ. ഒരിക്കലും പോയൻ എന്ന് പറഞ്ഞാൽ ആ ഇമേജും ലൈക്നെസ്സും ഒരു മനുഷ്യനും ലോകത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുവാൻ കഴിയുകയില്ല. ഹിസ് ഇമേജ് ആൻഡ് ഹിസ് ലൈക്നെസ് കൻ ഓൺലി മെയിൻറ്റെയിൻ ബൈ ഹിസ് ലൈഫ്. അതുകൊണ്ടാണ് യേശുവാണ് നിൻ്റെ എല്ലാം, യേശുവാണ് നിൻ്റെ ജീവൻ. നിനക്ക് സ്വന്തമായി സെൽഫ് എഫർട്ട് കൊണ്ട്, സ്വയ പരിശ്രമം കൊണ്ട് ദൈവം തന്നിരിക്കുന്ന ഇമേജും ലൈക്നെസ്സും ഒരിക്കലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. സർവ്വതും യേശുവിൽ. ഇനി റോമൻസ് 5:17 വാക്യം, ആരല്ലോ ഒരു വാക്യം, ആ വാക്യം ഒന്ന് വായിച്ചേരെ. റോമൻസ് 5, റോമർ 5:17. റോമൻസ് 5:17. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ജീവനിൽ വാഴും. ജീവൻ നഷ്ടപ്പെട്ടു പോയ ആദാമ്യ വർഗം യേശു അതാ വന്നിരിക്കുന്നു. ഞാനാണ് നിത്യജീവൻ, എന്നിൽ വിശ്വസിക്കുന്നവൻ അവനിൽ. ഇത് മനസ്സിലാക്കണം. നമ്മൾ ആ കൃപയും നീതിദാനം നമ്മൾ ഏറ്റെടുക്കും തോറും എന്തോ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ വാഴുവാൻ തുടങ്ങും. ജീവനിൽ, യേശുവിൻ്റെ ജീവനിൽ, നമ്മുടെ പ്രവൃത്തിയിലല്ല, യേശുവിൻ്റെ ജീവനിൽ നമ്മൾ വാഴുവാൻ തുടങ്ങും. ആ വാഴുമ്പോൾ നമുക്ക് ചുറ്റുപാട് നിൽക്കുന്നവർക്കറിയാം ഇവനിൽ ഒരു വാഴ്ച തുടങ്ങി. യേശുവാണ് വാഴുന്നത്. അതിനകത്തൊരു വലിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. യേശു വാഴുമ്പോൾ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും യേശുവിൽ ഫുള്ളി കൺട്രോൾഡ് ആയി തീരും. അവയവങ്ങളെ മരിപ്പിക്കാൻ പറയുന്നത് യേശു വാഴുവാൻ 5 ദിവസത്തെ സൃഷ്ടിപ്പിന് ശേഷം 6-ാം ദിവസം 5 മണ്ഡലത്തെ വാഴുവാനാക്കിയവന് അതേ ഇത് തന്നെയാണ്. 5 ഇന്ദ്രിയങ്ങൾ, നമ്മുടെ ശരീരത്തിലുള്ള 5 ഇന്ദ്രിയങ്ങളെ വാഴുന്നത് യേശുവിന് സമർപ്പിക്കും തോറും നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും 6-ാം മണ്ഡലത്തിൽ നിന്ന് യേശു മരിപ്പിക്കുവാൻ തുടങ്ങും. ആ മരിപ്പിൻ്റെ അവസ്ഥയിൽ നിന്നാണ് വിശുദ്ധീകരണത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. ഇന്നത്തെ ദിവസം നമ്മൾ മനസ്സിലാക്കണം, ഓരോ വ്യക്തി, ഞാനിത് വ്യക്തമായിട്ട് കാണുന്നൊരു കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ട്രാൻസ്ഫറൻസ് നടക്കുന്നത് വലിയൊരു യേശു കാൽവറി ക്രൂശിൽ 2000 വർഷം മുമ്പേ യേശു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നൊരു വ്യക്തി വിശ്വസിക്കുമ്പോഴത്തേക്കാണ് അവൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിലെ അവസ്ഥയിൽ നിന്നൊരു സെപ്പറേഷൻ ഉണ്ടാകുന്നത്. എവിടാണ് നമ്മളെ ജീവിതത്തിൽ വിശുദ്ധിയിലേക്ക് വരുന്നത്? വിശുദ്ധിയും വേർപാടും എന്ന് പറഞ്ഞാൽ എന്തുവാണ് എന്ന് പറഞ്ഞാൽ, എന്നെ ക്രിസ്തു ഏതൊരു അനുഭവത്തിലായിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ലോകത്തിൽ നിന്ന് നമ്മളൊരു സെപ്പറേഷനിലേക്ക് വന്നു കഴിഞ്ഞു. ജീവനിൽ വാഴുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ശ്രമത്താലല്ല, യേശുവിൻ്റെ ജീവനിൽ. അവൻ്റെ ഇമേജും അവൻ്റെ ലൈക്നെസ്സും എനിക്ക് തന്നു. ഇനി അവൻ്റെ ലൈഫിൽ ഞാൻ ദൈനംദിന ജീവിതത്തിൽ കർത്താവേ നിന്നെ കൂടാതെ എനിക്ക് ഇമേജും ലൈക്നെസ്സും എൻ്റെ സ്വന്തം പരിശ്രമത്താൽ എനിക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അത് വരുംതോറും എന്തോ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ സെൽഫ് എന്ന് പറയുന്ന കാര്യം, സ്വയം എന്ന് പറയുന്ന കാര്യം നമ്മൾ സമ്പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ വെക്കും. കർത്താവേ എനിക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കൃപയുടെ അനുഭവത്തിൽ വരുന്നത് തന്നെ നമ്മൾ സ്വന്തമായ പരിശ്രമത്താൽ കർത്താവിൻ്റെ ഇമേജും ലൈക്നെസ്സും കീപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പരിശ്രമിക്കുക. നോക്കിയിട്ട് ഇത് പറ്റത്തില്ല. പിന്നെ എനിക്ക് ദൈവം കർത്താവ് വെളിപ്പെടാൻ തുടങ്ങി, ഇത് നിന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. യേശുവിന്റെ ആ ജീവൻ അകത്ത് നിന്റെ ലൈഫാണ് യേശു. വെറും യേശു ഒരു രക്ഷകൻ മാത്രമല്ല, നിന്റെ ലൈഫ് ഔട്ട്സൈഡ് ദ ലൈഫ് ഈസ് ഓൺലി ഡെത്ത്. യേശുവിന്റെ ലൈഫിന്റെ വെളിയിലുള്ളത് എല്ലാം മരണം മാത്രമാണ്. അത് ഇന്ന് മനുഷ്യൻ വാഴുന്നത് യേശുവിലാണ് വാഴുന്നത്. യേശുവിൽ വാഴുകയാണ്. യേശുവിൽ വാഴുന്നവന് ഈ ലോകത്തിലെ ഒന്നും തന്നെ അവൻ അട്രാക്ഷനായിട്ട് തോന്നത്തില്ല. ഞാൻ എൻ്റെ അനേക യൗവനക്കാരെ ഞാൻ കാണുന്നുണ്ട്. ഈ ലോകം വിടണം, പാപം വിടണം, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാനല്ല. നിന്നെ ആരാക്കിയെന്നുള്ളത് നീ വെളിപ്പെടുത്തിയാൽ മതി. ആത്മമണ്ഡലത്തിൽ യേശു 2000 വർഷം മുമ്പേ ചെയ്തത് നീ വിശ്വസിക്കുമ്പോൾ നീ അറിയാതെ തന്നെ രൂപാന്തരം വരികയാണ്. നീ അറിയാതെ തന്നെ ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് വരികയാണ്. നീ അറിയാതെ തന്നെ സ്വർഗീയനായി മാറുകയാണ്. ഒറ്റ വാക്യം കൂടെ മാത്രം, കൊലോഷ്യൻസ് 3:1. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കും. വളരെ ഞാൻ ഓർക്കുന്നുണ്ട്, സജിത് ബ്രദർ ഞങ്ങളുടെ അവിടെ കഴിഞ്ഞ ഈ ഓഗസ്റ്റിൽ മീറ്റിംഗ് നടത്തിയപ്പോൾ
സജിത് ബ്രദർ എടുത്ത ആദ്യത്തെ വാക്യം, ക്രിസ്തുവിനെ അല്ലാതെ, അപ്പോസ്തലനായ പൗലോസിൻ്റെ അപ്പോൾ പൗലോസ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്, ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനതിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നിനക്ക് കിട്ടാനുള്ളത് മൊത്തം കിട്ടിക്കഴിഞ്ഞു, മറ്റൊന്നും ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മറ്റൊന്നും നിന്നെ വിടുവിക്കത്തില്ല. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്താൽ, ആ പൂർത്തീകരണ പ്രവൃത്തിയാൽ നീ വിശ്വസിക്കുമ്പോഴത്തേക്കാണ് നിന്റെ സ്വയം എന്ന് പറയുന്ന അത് കംപ്ലീറ്റ് ആയിട്ടങ്ങ് മരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എനിക്കിനി സ്വന്തമായിട്ട് എനിക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കർത്താവ് എന്നിൽ കൂടെ ജീവിക്കുവാൻ ഞാൻ സമ്പൂർണ്ണമായിട്ട് നമ്മൾ ഏൽപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. ഹല്ലേലൂയ. കൊലോഷ്യൻസ് 1:1 ഓക്കെ 3:1. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. അപ്പോൾ ക്രിസ്തുവിനോടുകൂടെ ഇനി റോമൻസ് 6 പോയി വീട്ടിൽ, ഇവിടെ ഓൾറെഡി അതെല്ലാം ടീച്ച് ചെയ്തിരിക്കുകയാണ്, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ പരിപൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. അപ്പോൾ യേശുവിനോടുകൂടെ മരിച്ചു, യേശുവിനോടുകൂടെ അടക്കപ്പെട്ടു, യേശുവിനോടുകൂടെ അടക്കം ചെയ്തപ്പോൾ നമ്മളുള്ള ആദാമിന് കഴിഞ്ഞു. ഇനി യേശുവിനോട് ഉയർത്തപ്പെട്ടതാണ് സഭ എന്ന് പറയുന്നത്. യേശുവിനോടുകൂടെ ഉയർത്തപ്പെട്ട് ക്രിസ്തുവിൽ ഇരുത്തിയിരിക്കുന്നവരാണ് സഭ. ആ സഭ നമ്മൾ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നവന്. ആകയാൽ സ്വർഗത്തിൽ ഉള്ളത് തന്നെ ചിന്തിപ്പീൻ. ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൽ സ്വർഗീയനാണെന്ന് നമുക്കുള്ളൊരു ബോധമാണ് നമ്മുടെ ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ വിശുദ്ധിയിലും വേർപാടിലേക്ക് നമ്മളെ നയിക്കുന്നത്. നീ ആരാണ്? സ്വർഗത്തിൽ നിന്നെ ഇരുത്തിയിരിക്കുകയാണ്, ഭൂമിയിൽ ഒരു സ്പെഷ്യൽ അസൈൻമെൻറ്റിന് വേണ്ടി നിന്നെ വിട്ടിരിക്കുകയാണ് എന്നുള്ള ബോധം വരുന്ന ഓരോ വ്യക്തിയുടെ മേലിലാണ് വലിയ രൂപാന്തരം സംഭവിക്കുന്നത്. സ്വർഗത്തിൽ ഇരുത്തിയിട്ട് ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കുവാൻ ആദാമിനെ കൊണ്ട് ഏൽപ്പിച്ച ജോലി ആദാം നഷ്ടപ്പെടുത്തിയെങ്കിൽ ഒടുക്കത്തെ ആദാം വന്ന എല്ലാ പാപങ്ങൾക്കും ഇന്നലത്തെയും നാളത്തെയും പാപം എടുത്ത് മാറ്റിയെങ്കിലേ നിന്നെ സ്വർഗത്തിൽ ഇരുത്തുവാൻ കഴിയുകയുള്ളൂ. അത് മൊത്തം മാറ്റിയിട്ട് ഒരിക്കലായിട്ട് എന്നേക്കുമായിട്ടുള്ള ഒരൊറ്റ യാഗത്താൽ നിന്നെ സർഗുണം പൂർണ്ണനാക്കി തീർത്തിട്ട് ഇന്ന് നിന്നെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ആ ഒരു അനുഭവത്തിലേക്ക് വന്നാൽ കേരളം അല്ല ഇന്ത്യ ഒട്ടൊക്കെ ഈ ഫിനിഷ്ഡ് വർക്ക് ഓൾ ഓവർ ദ വേൾഡ് ദൈവം എന്നെ ഒരിക്കൽ കാണിച്ചു. വലിയൊരു ഭയങ്കര ഒരു വേവ് എന്നെ കാണിച്ചു. ലോകം മൊത്തം യേശുവിൽ തങ്ങൾ സ്വയമായിട്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഈ ക്രിസ്തീയ മതങ്ങളിൽ എല്ലാത്തിൻ്റെ എൻഡ് വരാൻ പോവുകയാണ്. ഈ മതങ്ങൾ കൊണ്ട് ഇത് ഒരു വ്യക്തിക്ക് ദൈവം ആക്കിയിരിക്കുന്ന പർപ്പസിലേക്ക് വരാൻ പറ്റത്തില്ല എന്ന് ഒരു വ്യക്തിക്ക് മനസ്സിലാക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ഞാൻ ലാസ്റ്റിൽ ഒരൊറ്റ സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ പറഞ്ഞ് അപ്പം എന്നോട് ദൈവം പറഞ്ഞു, നീ മറ്റൊന്നും നീ പ്രസംഗിക്കണ്ട, ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും. അപ്പം ഞാൻ ചോദിച്ചു, കർത്താവേ എന്ത് ബാക്കിയൊന്നും എനിക്ക് വേണ്ടായോ? ബാക്കി യേശു. അപ്പം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഈ ദൈവത്തിൻ്റെ പ്ലാനിൽ ദൈവം സൃഷ്ടിച്ചത് വാഴുവാൻ വേണ്ടിയാണ്. ഈ വാഴുവാൻ സൃഷ്ടിച്ച മനുഷ്യനാണ് വീണുപോയത്. അപ്പോൾ കാൽവറി ക്രൂശിൻ്റെ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുന്നിടം വരെ നമ്മൾ നോക്കിയാൽ വീണുപോയ മനുഷ്യനെ ഒറിജിനൽ പൊസിഷനിലേക്ക് കൊണ്ടുവരികയാണ്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ് ഞാൻ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണെന്ന് വിശ്വസിക്കുമ്പോഴത്തേക്കാണ് യഥാർത്ഥ പ്ലാനിലേക്ക് ഒരു വിശ്വാസി കടന്നു വരുന്നത്. ഉയർത്തെഴുന്നേറ്റ് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയാണ്. സ്വർഗത്തിലുള്ളത് മാത്രം ചിന്തിപ്പാൻ, ഈ ലോകത്തിൽ നിനക്ക് വേണ്ടി ഉള്ളത് മൊത്തം, നീ സ്വർഗത്തിലുള്ളത് ചിന്തിക്കുന്നവനാണെങ്കിൽ നിനക്ക് വേണ്ടി ഉള്ളത്, നമ്മൾക്ക് വേണ്ടി ഉള്ളത് എല്ലാം കർത്താവ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഞാൻ എൻ്റെ ഈ നിങ്ങൾക്ക് എനിക്ക് സമയം തന്ന സജിത് ബ്രദറിന് വേണ്ടി എത്ര പേർക്ക് ആ ആശയം, ആദ്യം പറഞ്ഞ ആ വാക്കിൽ ബന്ധപ്പെട്ട ആശയം എത്ര പേർക്ക് മനസ്സിലായി? തോട്ടത്തിൽ പല വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവം കൽപ്പിച്ചിരുന്നു. അതാണ് ടോം ബ്രദർ പറഞ്ഞു തുടങ്ങിയത്. അത് നിങ്ങളുടെ ഉള്ളത്തിൽ എഴുതുകയാണെങ്കിൽ നല്ലതാണ്. ആ ചിന്ത ഇതാണ്: നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം ഒഴികെ ബാക്കി എല്ലാം നിനക്ക് ഭക്ഷിക്കാം. ഓക്കെ, ആ തോട്ടത്തിൽ തന്നെ ജീവവൃക്ഷമുണ്ട്, അതിൽ നിനക്ക് ഭക്ഷിക്കാം. ദൈവം വിലക്കിയ ഏക വിലക്കപ്പെട്ട കനി എന്താന്ന് ചോദിച്ചാൽ ഏതാ? പറഞ്ഞേ, നന്മ തിന്മകളെ കുറിച്ചുള്ള, ഉറക്കപ്പറ, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലമാണ്. പക്ഷെ ദൈവം ദൈവിക ഇമേജ് ആൻഡ് ലൈക്ക്നെസ് എന്നുള്ള പദം നിങ്ങൾക്ക് എത്രത്തോളം
മനസ്സിലായത്? സാദൃശ്യവും സ്വരൂപവും ഒന്ന് പറഞ്ഞേ. സാദൃശ്യവും അതാ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് എന്ന് പറഞ്ഞു. ഇമേജ് ആൻഡ് ലൈക്ക്നെസ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ആരൊക്കെ നെറ്റി വിളിക്കുന്നു. അതെന്നാ സാധനമാണ്? ഇമേജ് ആൻഡ് ലൈക്ക്നെസ് എന്ന് പറഞ്ഞാൽ സാദൃശ്യവും സ്വരൂപവുമാണ്. ഓക്കെ, ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യന് ഈ സാദൃശ്യവും, അത് ആദ്യം പറഞ്ഞ ചിന്ത, അത് വീണാൽ ഇത് മുഴുവൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ ഒരിക്കലും തൻ്റെ പ്രയത്നത്താൽ, മനുഷ്യന്റെ പ്രയത്നത്താൽ ഈ സാദൃശ്യവും സ്വരൂപവും അവനിൽ തുടരിക്കുവാൻ, ആ സാദൃശ്യത്തിലും സ്വരൂപത്തിലും തുടരുവാൻ മനുഷ്യന്റെ ഒരു പ്രയത്നത്തിനും പറ്റുകയില്ല എന്നറിഞ്ഞ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ ജീവവൃക്ഷത്തിന്റെ ഫലത്തെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, ഇത് ഭക്ഷിച്ചോ, എന്നാൽ നിനക്ക് എൻ്റെ സാദൃശ്യത്തിലും എൻ്റെ സ്വരൂപത്തിലും തുടരാം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എന്നെ പോലെ ആകാൻ നിങ്ങളുടെ ഒരു പ്രയത്നം കൊണ്ടും പറ്റത്തില്ല. ഞാൻ എൻ്റെ ജീവനെ അവിടെ ഒരു വൃക്ഷത്തിന്മേലാക്കിയിരിക്കുന്നു. അത് ഭക്ഷിച്ചാൽ എൻ്റെ ജീവൻ നിങ്ങളിൽ തുടരും. അത്ര മനസ്സിലാക്കില്ല? ഒന്ന് കരമടിച്ചോ, യേശുവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ പറ്റിയ മിസ്റ്റേക്ക് ഗുഡ് ആൻഡ് ഈവിളിലേക്ക് പോയി, അല്ലേ? നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നുന്നതിൻ്റെ അകത്ത് എന്നാ മിസ്റ്റേക്ക്? നന്മയും തിന്മയും അറിയുന്നത് നല്ലതല്ലേ? ഗുഡും ബാഡും അറിയുന്നത് നല്ലതല്ലേ? മിണ്ടപ്പ അല്ലേ? നന്മയും തിന്മയും അറിയുന്നത് നല്ലതല്ലേ? നല്ലത് ഏതാ ചീത്ത ഏതാന്ന് അറിയുന്നത് നല്ലതല്ലേ? പിന്നെ എന്തിനാ ദൈവം അത് തിന്നരുതെന്ന് പറഞ്ഞേ? ജോൺസൺ സാറേ ശരിയല്ലേ? നിങ്ങളൊരു പ്രൊഫസറല്ലേ, ഒന്ന് മറുപടി പറഞ്ഞിട്ട് ശരിയല്ലേ? നന്മയും തിന്മ നമ്മളൊരു കൊച്ചിനോടാണല്ലോ പറഞ്ഞു കൊടുക്കുന്നത്, മോനെ അതാണോ നന്മ, ഇതാണോ തിന്മ, നീ നന്മ ചെയ്തോ, അതല്ലേ പറഞ്ഞു കൊടുക്കുന്നത്. നന്മയും തിന്മയും അറിയുന്നത് നല്ലതല്ലേ? ആണോ അല്ലയോ? ഉറക്കപ്പറ. പിന്നെന്താ അത് വിലക്കേ? പറ, നിങ്ങൾ കൊണ്ട് മറുപടി ചെയ്യാന്. പിന്നെന്നാ അത് വിലക്കേ? നന്മ മാത്രം അറിയാവുന്നവനായിട്ടാ ദൈവം സൃഷ്ടിച്ചേ. തിന്മ അറിഞ്ഞാൽ നന്മ ഉണ്ടാക്കാൻ ശ്രമിക്കും. അതാ പോയിന്റ്. ചീത്ത അറിഞ്ഞാൽ നല്ലത് ഉണ്ടാക്കാൻ ശ്രമിക്കും. ഈ ശ്രമം കൂടാതെയാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചേ. ദൈവത്തിന്റെ ആദം നന്മ മാത്രം അറിയുന്നവനാകണമെന്നാ ദൈവം ഉദ്ദേശിച്ചേ. ഒന്ന് അതിനായിട്ടൊന്ന് കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. പക്ഷെ ഇവിടെ ഗുഡ് ആൻഡ് ഈവിൾ അറിയാൻ തുടങ്ങി. വാസ്തവത്തിൽ ലോ ആരംഭിക്കുന്ന അവിടെ തന്നെ. അവിടെ നമ്മൾ പറയും സീനായ് മലയിലെ മോശയുടെ കയ്യിൽ കൊടുത്തപ്പോഴാ നിയമം ആരംഭിക്കുന്നത്. നോ, അവിടെ അല്ല. ഗുഡ് ആൻഡ് ഈവിൾ മനുഷ്യൻ തെരഞ്ഞെടുത്ത നല്ലതും തിന്നതും മനുഷ്യൻ തെരഞ്ഞെടുത്തപ്പോഴാ അവിടെ നിയമം ആരംഭിക്കുന്നത്. മനുഷ്യൻ സ്വയപ്രയത്നത്താൽ നല്ലത് ചെയ്ത് തൻ്റെ ജീവൻ, തന്നിൽ വന്ന ദൈവത്തിന്റെ ജീവൻ മെയിൻറ്റെയിൻ ചെയ്യാൻ, നല്ല വാക്കെന്നാ അതിന് പറയുന്നത്, തന്നിൽ വന്ന ദൈവത്തിന്റെ ജീവൻ ആ ജീവനിൽ തുടരാൻ. ഓക്കെ, സാധാരണക്കാർക്ക് ഒരുപക്ഷെ ഈ ടെർമിനോളജീസ് മനസ്സിലാകത്തില്ല. ആ ജീവനിൽ തുടരാൻ മനുഷ്യൻ ശ്രമിച്ചു. പക്ഷെ ദൈവം പറഞ്ഞതെന്നറിയോ? ഈ ജീവനിൽ തുടരാൻ നീ ശ്രമിക്കണ്ട, ഈ ജീവനിൽ തുടരാനുള്ളത് ഞാൻ ഈ വൃക്ഷത്തിൽ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അത് ഭക്ഷിച്ചാൽ മാത്രം മതി. ഈ ജീവൻ നിന്നിൽ തുടർന്നുകൊണ്ടിരിക്കും. ഈ ജീവൻ നിന്നിൽ തുടർന്നുകൊണ്ടിരിക്കും. ഈ ജീവനിൽ തുടർന്നുകൊണ്ടിരിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്നാൽ മനുഷ്യൻ ശ്രമിച്ചു, എങ്ങനെയും ഈ വിശുദ്ധിയിൽ എനിക്കൊന്ന് നിലനിൽക്കണം, എങ്ങനെയും എനിക്ക് വേർപാടിലൊന്ന് നിലനിൽക്കണം, എനിക്ക് എങ്ങനെയും ഈ തീരുമാനത്തിൽ ഒന്ന് നിലനിൽക്കണം. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ എൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതിനാൽ നിനക്ക് ഇതിൽ തുടരാൻ കഴിയും. ഒന്നാം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ട് എന്നേലും ചെയ്തു വാഴാനാണോ പറഞ്ഞേ, അതോ വാഴുമെന്നാണോ പറഞ്ഞേ? ഉറക്കെ പറ. അപ്പൊ വാഴാൻ വേണ്ടി നീ ഇതൊക്കെ ചെയ്ത് വാഴുന്ന പരുവത്തിലാകെ, എന്നിട്ട് വാഴാനല്ല ദൈവം പറഞ്ഞേ. ഓൾറെഡി ദൈവം ആദ്യത്തെ സൃഷ്ടിച്ചത് വാഴുന്ന രൂപത്തിൽ, വാഴുന്ന ശൈലിയിൽ, വാഴുന്ന രീതിയില. ഇനി വാഴാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട, അവൻ അതാണെന്ന് തിരിച്ചറിഞ്ഞാൽ മതി. ഹല്ലേലൂയ. എന്നാൽ ആ തിരിച്ചറിവിനെയാണ് വീഴ്ചയിൽ നഷ്ടപ്പെട്ടത്. പിന്നെ ഇങ്ങോട്ട് ഇതൊന്ന് നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. 4000 വർഷത്തെ ഒരു കണക്ക് പറഞ്ഞില്ലേ? 4000 വർഷം നോക്കിയോ, 276 തലമുറ, വേദപുസ്തകം ലിസ്റ്റ് ചെയ്ത 276 തലമുറ ഈ സാദൃശ്യവും സ്വരൂപവും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കിടന്നുവിടുന്ന പത്രപ്പാടുകളാണ്. ലാസ്റ്റ് ഒരു തരത്തിൽ ഇതിൻ്റെ അയലോക്കത്ത് എത്താൻ പറ്റുകയെന്ന് പറഞ്ഞപ്പോഴാണ് യാഗങ്ങളൊക്കെ നിയമിക്കപ്പെടുന്നത്. ഇതേലും ചെയ്ത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്ത് വാ. ഹല്ലേലൂയ. എന്നാൽ അന്ന് മനുഷ്യൻ തിന്ന് നിലനിർത്തണമെന്ന്
ദൈവം ആഗ്രഹിച്ച് അന്ന് അവിടെ നട്ട ആ ജീവവൃക്ഷം, അതാ നമ്മുടെ പോയിന്റ്, അതാ അതിൽ നിന്ന് തിന്ന് ഇതിൽ തുടരണം. ഒന്ന് പറഞ്ഞേ, അതിൽ നിന്ന് തിന്ന് ഇതിൽ തുടരണം. ഏതില്? സാദൃശ്യത്തില്, സ്വരൂപത്തില്. ഒന്ന് പറഞ്ഞു. അതിൽ ജീവന്റെ വൃക്ഷം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ലൈഫ് അകത്ത് വന്നിട്ട് യേശുവിന്റെ ഇമേജും ലൈക്നെസ്സും, എക്സാക്ട്ലി, യേശുവിന്റെ ജീവനാൽ ആ ഇമേജും ലൈക്നെസ്, സാദൃശ്യവും സ്വരൂപവും നമ്മളിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് യേശുവിന്റെ ലൈഫ് അകത്ത് വന്ന് നമ്മൾ യേശുവിന്റെ ലൈഫിൽ മാത്രം വിശ്വസിക്കുമ്പോഴാണ്. only through the life of God Only through life. you can maintain the image and likeness of God. ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും നിങ്ങളിൽ തുടരാനുള്ള ഏക വഴി ദൈവത്തിന്റെ ജീവനാൽ മാത്രമാണ്. ഒന്ന് അടുത്തിരിക്കുന്ന ആളെന്ന് പറഞ്ഞേ, ദൈവത്തിന്റെ ജീവനാൽ അല്ലാതെ ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും നിങ്ങളിൽ തുടരുകയില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒന്നുകൂടെ ഒന്ന് മിണ്ടിക്കേ. അടുത്തിരിക്കുന്ന ആളോട് പറ, ഒരു ശ്രമം കൊണ്ടും ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ആകാൻ പറ്റത്തില്ല. വെറുതെ ശ്രമിക്കും തോറും വീഴും, വിശ്വസിക്കും തോറും വാഴും. ശ്രമിക്കും തോറും വീഴും. വെറുതെ ശ്രമിച്ച് വീഴണ്ട, വിശ്വസിച്ച് വാഴാൻ നോക്ക. ഹല്ലേലൂയ. അപ്പൊ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ഒരിക്കലും മനുഷ്യൻ ഇതിൽ തുടരുകയില്ല എന്ന് മനസ്സിലാക്കിയപ്പോ ദൈവം ഈ ട്രീയെ, തോട്ടത്തിൽ അന്ന് നട്ട ട്രീയെ ജീവവൃക്ഷത്തിന്റെ ഫലത്തെ പുറത്തു കൊണ്ടുവന്നു. അതാണ് ഇവിടുത്തെ ആശയം. അതിനെ പുറത്തു കൊണ്ടുവന്നു. തോട്ടത്തിൽ നട്ടതിനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ തന്നെ പുറത്തു വന്നു. ഇനി നീ അത് ഭക്ഷിക്കണം എന്ന് പറഞ്ഞ് തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ആ വൃക്ഷത്തെ പുറത്തു കൊണ്ടുവന്നു. പിന്നീട് നമ്മൾ പഴയ നിയമത്തിൽ എവിടെയും ഈ വൃക്ഷത്തെ കാണുന്നില്ല. ഇനി ആ വൃക്ഷത്തിന് ഇനിയും വൃക്ഷം കൊണ്ട് മാത്രം പറ്റത്തില്ല, രക്തം ചൊരിയാതെ വിമോചനമില്ല, രക്തം വരാതെ പറ്റത്തില്ല. 4000 വർഷത്തിന് ശേഷം ഇതാ ജഡമെടുത്തു അത് രക്തം, എന്നിട്ട് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും. മൂന്നാമത്തെ പറ, വഴിയും. കേട്ടില്ല? ഞാൻ തന്നെ വഴിയും സത്യവും. മൂന്നാമത്തെ കേട്ടില്ല? ഉറക്കെ പറ, ജീവനുമാകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്റെ അടുക്കൽ വരുന്നവൻ മരിച്ചാലും ജീവിക്കും. മരിച്ചാലും ജീവിക്കുന്ന സ്വഭാവം ദൈവത്തിൻ്റെതാ. ഓ, എത്ര പേർക്ക് മനസ്സിലായി? മരിച്ചാലും ജീവിക്കുന്ന സ്വഭാവം ദൈവത്തിൻ്റെതാ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. എന്റെ അടുക്കൽ വരുന്നവന് ജീവൻ ഉണ്ടാകും, സമൃദ്ധമായ ജീവൻ. ഉറക്കെ പറ, സമൃദ്ധമായ ജീവൻ. സമൃദ്ധമായ ജീവൻ. ഓ, ലൈഫ് ആൻഡ് ദ ലൈഫ് ഇൻ അബണ്ടൻസ്. അബണ്ടന്റ് ലൈഫ്. ഹല്ലേലൂയ. അന്ന് അവിടെ നട്ട അതേ സംഭവത്തെ ജഡത്തിൽ ഭൂമിയിൽ അയച്ചു. നിങ്ങളോട് പറഞ്ഞു, ആദത്തോട് അന്ന് പറഞ്ഞു, ഇത് തിന്ന് ജീവിച്ചോ. നിങ്ങളോട് ഇന്ന് പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. എന്നെ തിന്നുന്നവൻ. ഇല്ല, നിങ്ങൾക്ക് തെളിഞ്ഞില്ല. ആദത്തോട് അന്ന് പറഞ്ഞു, ആദമേ, eat this and live. ജീവവൃക്ഷത്തിലെ ഫലം നീ തിന്നോ. ഇവിടെ പല അവിടുത്തെ ആ ഓരോ വൃക്ഷങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഓരോന്നും ഫ്രൂട്ട്സാ, സ്പിരിറ്റിന്റെ ഫ്രൂട്ട്സ്. അവിടുത്തെ ഓരോ വൃക്ഷങ്ങൾ ആത്മാവിന്റെ ഫലങ്ങളാണ് ഏദനിലെ ഓരോ വൃക്ഷങ്ങൾ. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ ഈ ലോയുടെ സാന്നിധ്യം ഉണ്ടാക്കി വെച്ചിട്ട് പറഞ്ഞു, ദയവ് ഇതിനെ മാത്രം തൊടരുത്, കാരണം ശ്രമം കയറിയ ഫലം പോയി. പ്ലീസ് ഇതിനെ മാത്രം. എന്തുകൊണ്ടോ മനുഷ്യൻ പോയി വീണത് എവിടെയാണെന്നറിയോ? ശ്രമത്തില. എന്നാൽ പിന്നീട് അതേ വൃക്ഷത്തെ തന്നെ, ഏദൻ തോട്ടത്തിൽ നട്ട അതേ വൃക്ഷത്തെ തന്നെ ഇതാ ജഡത്തിൽ ഭൂമിയിലേക്ക് അയച്ചു. എന്നിട്ട് നിങ്ങൾ ഞാനും കണ്ടു, അവൻ ഭൂമി വന്ന് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന് ജീവനുണ്ട്. വിശ്വസിച്ചോ? ജീവനിലേക്ക് കയറിക്കോ. ഞാൻ മൂലമുള്ള ജീവനിലേക്ക് കയറിക്കോ. ഓ ഹല്ലേലൂയ. യഹൂദന്മാർ വലിയ കൂട്ടം കൂടി വന്നപ്പോൾ യേശു പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ആദത്തിന് അന്ന് കൊടുത്ത ജീവൻ ഇതാ നിങ്ങളുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നു. Eat and live. When you eat you will die. തിന്നുമ്പോൾ നീ മരിക്കും. ഓ, ഭയങ്കര അതിന്റെ ആശയം. തിരുവത്താഴം അത് തന്നെ. അതൊക്കെ ഇവിടെ കത്തിച്ചിട്ടിരിക്കുക. തിരുവത്താഴം ഒക്കെ ഇവിടെ ഭയങ്കര വിപ്ലവം ഉണ്ടായിക്കൊണ്ടിരിക്കുക.
ഈ മർമ്മം കർത്താവ് വെളിപ്പെടുത്തി 6 ആഴ്ച നമ്മളിവിടെ പഠിപ്പിച്ച തിരുവത്താഴത്തിൻ്റെ രഹസ്യം. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അന്ന് തിന്നപ്പം മരിച്ചു, ഇന്ന് തിന്നപ്പം ജീവിച്ചു. ലോയിൽ മരണമാ, ഗ്രേസിൽ ജീവനാ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുക്കും. അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ, ടോം ബ്രദർ വായിച്ചപ്പോൾ ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. റോമാ ലേഖനത്തിൽ 5-ാം അധ്യായത്തിലെ വാക്യം വായിച്ചു. ഒന്നുകൂടെ വായിച്ചു. ജോസ് ബ്രദർ ഒന്ന് വേണമെങ്കിലും എടുത്ത് വായിച്ചു. 5:17, 5:17. ഏകന്റെ ലംഘനത്താൽ മരണമായ ഏകൻ നിമിത്തം വാണുവെങ്കിൽ, അടുത്തത് കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ജീവന്റെ വൃക്ഷം എന്ന ഏക കാരണത്താൽ ജീവിക്കും. ജീവനിൽ വായിച്ചു ഒന്നുകൂടെ വായിച്ചു. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന അതൊന്ന് അപ്പോഴേക്ക്, എന്നിട്ട് നമുക്ക് ജീവനിൽ വാഴും എന്നുള്ള രണ്ടാമത്തെ എടുക്കാം. യേശുക്രിസ്തു എന്ന ഏകൻ, ഇതിന് പുറത്ത് ജീവനില്ല. യേശുവിന് പുറത്ത് ജീവവൃക്ഷം ഭക്ഷിച്ചിട്ടല്ലാതെ ദൈവം കൊടുത്ത ഈ ജീവൻ, ഈ ട്രീക്ക് പുറത്ത് ലൈഫ് ഇല്ല. അതുകൊണ്ട് പറയും ഇത് ഭക്ഷിച്ചിട്ടല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അത് വിശദീകരിക്കുമ്പോഴാണ് ഇവിടെ പറയുന്നത്, അങ്ങനെ ഏകന്റെ ലംഘനത്താൽ മരണമായ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ആ ജീവവൃക്ഷത്തിന്റെ ഫലത്തിൽ നിന്ന് തിന്നിട്ടല്ലാതെ. ഇത് തിന്നു വാണോളാനാ ആ നാദത്തോട് പറഞ്ഞേ. ഇന്ന് അത് തന്നെയാ നിങ്ങളോട് പറയുന്നത്. യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ജീവനിൽ ഏറ്റവും അധികം വാഴും. ഏത് ജീവനിൽ? ആ ജീവനിൽ. ഏത് ജീവൻ? യേശുവിന്റെ ജീവനിൽ, ദൈവത്തിന്റെ ജീവനിൽ, ആദത്തിന് അന്ന് കൊടുത്ത ജീവനിൽ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികം വാഴും. കരമടിച്ചത് യേശുവിന്റെ മഹത്വം കൊണ്ട്. വലിയൊരു മിസ്റ്ററിയാണ്, ഭയങ്കര രഹസ്യമാണ്. ഇന്ന് അന്ന് ആദത്തിന് തെറ്റിയ അതേ ഫോൾട്ട് തന്നെ ഇന്ന് മനുഷ്യനും അതേ ഫോൾട്ട് തന്നെ വരുന്നത്. അന്ന് ദൈവം യേശുക്രിസ്തുവിനെ അയച്ചിട്ട് പറഞ്ഞു, ഇതാ നിൽക്കുന്നു, ഇതിൽ നിന്ന് ഭക്ഷിച്ച് ജീവിച്ചോ. അന്ന് ദൈവം ജീവവൃക്ഷത്തെ ഏദൻ തോട്ടത്തിൽ നട്ടിട്ട് പറഞ്ഞു, ഇതിൽ നിന്ന് ഭക്ഷിച്ച് ജീവിച്ചോ. അന്ന് മനുഷ്യന് അതിൽ നിന്ന് ഭക്ഷിച്ച് ജീവിക്കാൻ പറ്റിയില്ല. ഇത് തന്നെ ഇന്നത്തെ പ്രശ്നം. യേശുവിനെ നിർത്തിയിട്ട് പറയുന്നു, നിന്റെ ഒരു പ്രവൃത്തിയല്ല, ബിലീവ് ഈസ് ഫിനിഷ്ഡ്, വർക്ക് ആൻഡ് ലീവ്. യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തി വിശ്വസിക്കുക, ജീവിക്കേ. ഇന്നും മനുഷ്യൻ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം അന്വേഷിച്ച് നടക്കുക. എവിടെ അങ്ങനത്തെ ഉപദേശം എനിക്ക് ദഹിക്കുന്നുള്ളൂ. പിടിക്കരുത്, രുചിക്കരുത്. അത് ഡീപ്പറാ, അത് വലിയ ആഴത്തിലുള്ളതാന്നാ പറയുന്നേ. പക്ഷെ അതല്ല ആഴത്തിലുള്ളത്, അതിലും ആഴത്തിലുള്ളതാണ് ഇത്. അത് നിങ്ങളെ മരണത്തിലേക്ക് കൊണ്ടുപോകുള്ളൂ. കൽപ്പനാനുസരണം എന്നെ മരണത്തിലേക്ക് കൊണ്ടുപോകുള്ളൂ. എന്നാൽ ജീവനിലേക്ക് കൊണ്ടുപോകുന്നത് കൽപ്പനാനുസരണമല്ല, യേശുവിനുള്ള വിശ്വാസമാണ്. ഓ, കരമടിച്ചത് യേശുവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. എത്രത്തോളം അച്ഛാ ഒന്ന് പറഞ്ഞേ, എത്രത്തോളം ഇത് മനസ്സിലായി? മൂന്നാമത് ഒരാളൊന്ന് പറഞ്ഞേ, എത്രത്തോളം സാധാരണക്കാർക്ക് ഇത് മനസ്സിലാവും? ഒറ്റ വാക്കിൽ പറയണം. യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം വേറെ ഈ ലോകത്തുള്ള ഒരു നാമത്തിലും വാഴാനില്ല. ഈ നാമത്തിൽ മാത്രമേ ജീവനുള്ളൂ. ഈ ജീവനിൽ വേണം യേശുവിൽ വിശ്വസിക്കുന്ന ഞാൻ വാഴുവാൻ. ജീവവൃക്ഷത്തിന്റെ ഫലത്തെ ഏതിന് നട്ടതിനെ അവിടുന്ന് പുറത്തെടുത്ത് ആദം അത് തിന്ന് ജീവിച്ചില്ല, എൻ്റെ മക്കളേലും അത് തിന്ന് ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ നട്ടിരിക്കുകയാണ്. എന്നിട്ട് ആ ജീവവൃക്ഷം വിളിക്കുകയാണ്, വരിക, വാ, വന്ന് ഭക്ഷിച്ച് ജീവിക്കുക, വന്ന് ഭക്ഷിച്ച് ജീവിക്കുക. ഒന്ന് പറഞ്ഞു, വന്ന് ഭക്ഷിച്ച് ജീവിക്കുക. ഇന്ന് ആ ജീവൻ ഇവിടെ പടർന്നുകൊണ്ടിരിക്കുക. വ്യക്തമായിട്ട് ഞാൻ പറയാം, വാഴുന്ന ജീവൻ. ഒന്ന് പറഞ്ഞു ആ വാക്ക്, വാഴുന്ന ജീവൻ. അയ്യോ, ടോം ബ്രദറെ, അക്ഷരാർത്ഥത്തിൽ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ആയിരങ്ങളുടെ മേൽ ആ അക്ഷരാർത്ഥത്തിലുള്ള ജീവൻ വാഴുകയാണ്. ഇനി ഒരിക്കലും വീഴാൻ പറ്റാത്ത ജീവൻ. ഹല്ലേലൂയ. ഞാൻ ഒരു പറഞ്ഞ ടോം ബ്രദർ പറഞ്ഞതിൻ്റെ അകത്തുനിന്ന്
ഒരു പടി കൂടെ കയറ്റി പറയാം. ദൈവത്തിന്റെ ജീവനെ നിലനിർത്തുക എന്നുള്ളത് ദിസ് ഈസ് ഹിസ് റെസ്പോൺസിബിലിറ്റി. ദൈവത്തിന്റെ ഉത്തരവാദിത്വം ആയതുകൊണ്ട് ഈ ജീവനെ നിലനിർത്താൻ വേണ്ടി അവിടെ ജീവവൃക്ഷത്തെ ഉണ്ടാക്കി. ഹല്ലേലൂയ. അന്നും ഇന്നും എന്നും അങ്ങനെ. ദൈവം തന്റെ നിലവാരത്തിലേക്ക് എന്നോട് എത്താൻ പറഞ്ഞിട്ട് മാറി വീണോ, ഇത് ചെയ്യുന്ന ദൈവമല്ല, എന്നെ അവിടെ എത്തിക്കുന്ന ദൈവമാണ്. എനിക്ക് അവിടെ എത്താനുള്ളത് എല്ലാം ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് പറയാം ബിലീവ്, വിശ്വസിക്കുക. അടുത്തിരിക്കുന്ന കാലിന്റെ കരം പിടിച്ച് കുലുക്കി പറഞ്ഞ് വിശ്വസിക്കുക, വിശ്വസിക്കുക. ഞാനെല്ലാം ചെയ്തു വെച്ചു, എല്ലാം ചെയ്തു കഴിഞ്ഞു. ഹല്ലേലൂയ. മേശപ്പുറത്ത് വിഭവസമൃദ്ധമായ ആഹാരം വിളമ്പി വെച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ കയ്യെ പൊടി കൊള്ളണ്ട, ഇനി നിങ്ങൾ കയ്യെ കരി കെട്ടണ്ട, ഇനി നിങ്ങൾ അരിയാൻ മെനക്കെടണ്ട, ഇനി നിങ്ങൾ ഭക്ഷണം അന്വേഷിച്ച് നടക്കണ്ട. എല്ലാം വിളമ്പി മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്നു. കം ലെറ്റ് us eat. വരിക, വന്ന് ഭക്ഷിക്കുക. എത്ര പേരത് ഭക്ഷിക്കുന്നുണ്ട് ഇപ്പോ? എത്ര പേരത് ഭക്ഷിക്കുന്നുണ്ട്? ഭക്ഷിക്കുന്നവരിൽ ചിലരിൽ ജീവൻ, ചിലരിൽ സൗഖ്യം, ചിലരിൽ ആനന്ദം. കരമടിച്ചു തന്നെ, കരമടിച്ചു തന്നെ. ആ ജീവൻ, ആ ജീവൻ പടരട്ടെ, പടരട്ടെ മക്കളെ, പടരട്ടെ, 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 പടരട്ടെ. യേശു എന്ന ഏക നിമിത്തം, യേശു എന്ന ഏക വൃക്ഷ നിമിത്തം, യേശു എന്ന യേശു എന്ന ഏക വൃക്ഷ നിമിത്തം, ഏക വൃക്ഷ നിമിത്തം. വേറെ ഒന്നുമില്ല. വിളിച്ചു പറ, വിളിച്ചു പറ, വിളിച്ചു പറ. യേശു എന്ന ഏക വൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്കറിയാം ദിവ്യന്റെ ആരോഗ്യമാകുന്ന ദിവ്യ ആരോഗ്യം എന്റെ മേലുണ്ട്. സാദൃശ്യവും സ്വരൂപവും നിലനിർത്താൻ ബുദ്ധിമുട്ടുന്നവനല്ല ഞാൻ. വന്നും പോകുന്ന വിശുദ്ധിയിൽ വിശ്വസിക്കുന്ന വ്യക്തിയല്ല ഞാൻ. ഇന്ന് വീണ് നാളെ എഴുന്നേൽക്കുന്ന ജീവിതത്തിൽ വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. ഹല്ലേലൂയ. എനിക്കറിയാം ഇതിൽ നിന്ന് ഭക്ഷിച്ചപ്പോൾ അവന്റെ ജീവിതത്തിന്റെ നിലവാരത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന എന്തോ ഒന്ന് ഇതിനകത്തുണ്ടായിരുന്നു. ഒന്ന് വിശ്വസിച്ചേ, ഒന്ന് സ്വീകരിച്ചേ മക്കളെ. ഇപ്പോൾ തന്നെ ഒന്ന് സ്വീകരിച്ചേ. ഈ വാഴ്ചയിലേക്ക് ഒന്ന് കയറിക്കേ. നിങ്ങളുടെ വീട്ടിലേക്ക് ചെന്നിട്ട് പറ, ഞാൻ ഇന്ന് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്ന് മരിച്ചിട്ടല്ല വന്നിരിക്കുന്നേ, ജീവന്റെ വൃക്ഷഫലം തിന്ന് ജീവിച്ചിട്ടാ വന്നിരിക്കുന്നേ. യേശുവേ നന്ദി. മടിക്കല്, മടിക്കല്, മടിക്കല്. കരമടിച്ചു തന്നെ, കരമടിച്ചു തന്നെ. യേശുവിന് മഹത്വം കൊടുത്തേ. തുറന്നെടുത്തേ. ആ മർമ്മം തുറന്നെടുത്ത് ആ രഹസ്യം പ്രാപിച്ച് അത് സ്വീകരിച്ചേ, അത് സ്വീകരിച്ചേ. ഹല്ലേലൂയ. എനിക്കറിയാം ഈ പ്രശ്നത്തിൽ ഞാൻ വീഴുകയില്ല. ഇതിനകത്ത് ഞാൻ വാഴുക തന്നെ ചെയ്യും. ദൈവം എങ്ങനെയാണോ അങ്ങനെ ഞാൻ. കാരണം ദൈവത്തിന്റെ അതേ ജീവന യേശു ക്രിസ്തുവിലൂടെ എന്റെ മേൽ വന്നിരിക്കുന്നേ. ഹല്ലേലൂയ. നിത്യജീവൻ, അനന്തതയോളം നിലനിൽക്കുന്ന ജീവൻ. മരണമേ നിന്റെ ജയം എവിടെ എന്ന് ചോദിച്ച ജീവൻ. സ്വീകരിച്ചേ മക്കളെ, സ്വീകരിച്ചേ. ഓരോരുത്തരും കരമടിച്ച് നന്ദി പറഞ്ഞ് നിങ്ങളിൽ അത് ഉണ്ട് എന്ന് അറിവിൽ നിറഞ്ഞ്, അറിവിൽ നിറഞ്ഞ്. ഇനി പാമ്പ് വരുമ്പോ അതിന്റെ പുറകെ പോകണ്ട. പാമ്പിനോട് പറ, പുറകെ പോകാതെ ഞങ്ങൾക്ക് കിട്ടി, ഞങ്ങളെ തേടി വന്നു ജീവന്റെ ഫലം. ഞങ്ങൾ പുറകെ പോയി നേടിയതല്ല, ഞങ്ങളെ തേടി വന്നു ജീവന്റെ ഫലം. അവനെ ഞങ്ങൾ വിശ്വസിച്ചു. പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനുള്ളവന് ജീവനുണ്ട്. ഇതാ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ ഇത് കേൾക്കണേ, ഇത് കേൾക്കണേ. ഓരോ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾ ഏതാണ് കേൾക്കുന്നതെന്ന് വളരെ വിജിലന്റ് ആവണം. ഇന്നും സാത്താന്റെ തന്ത്രം ആ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലത്തെ നിങ്ങളെ തീറ്റിക്കുക എന്നുള്ളത്. കാണാൻ നല്ല രസമാണ്, കേൾക്കാനും നല്ലതാ, പക്ഷെ ജീവിക്കാൻ പറ്റുകയില്ല. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, അത് തിന്നാമായിരിക്കും. അവന് പുതിയ തന്ത്രങ്ങളൊന്നുമില്ല, അവന് ക്രിയേറ്റിവിറ്റി ഇല്ല. പഴയ തന്ത്രം തന്നെ മനുഷ്യനിടെ ഫലിക്കുന്നുണ്ട്. പുതിയത് സൃഷ്ടിക്കാനുള്ള കപ്പാസിറ്റി അവനിന്നില്ല പിശാചിന്. അതുകൊണ്ട് തന്നെ പഴയ സ്ട്രാറ്റജി തന്നെയാണ് പുറത്തെടുക്കുന്നത്.
പഴയ അതേ തന്ത്രം അപ്പുറത്തെടുക്കുന്നത്. നിന്നോട് പറയും ഡു ദിസ് വൺ, ഡു ദിസ്, ഡോണ്ട് ഡു ദിസ്. കേൾക്കുമ്പോൾ നല്ല കാര്യമാണ്, നല്ല കാര്യം. പക്ഷേ പഴക്കച്ചവടക്കാരന്റെ വേഷത്തിൽ ഏതെനിൽ എഴഞ്ഞു വന്നവനാന്ന് ഓർത്തോണം. യേശുവിന്റെ നാമം ജയം. കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയട്ടെ, ഇല്ല ഹല്ലേലൂയ, ഞാൻ ഇതെന്തോ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതല്ല. അവന്റെ ജീവൻ എന്നിൽ വന്നതുകൊണ്ട്, യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ജീവന് വാഴാൻ വേണ്ടി നീ ഇതൊക്കെ ചെയ്യ. ജീവന് വാഴാൻ വേണ്ടി നീ ഇതൊക്കെ ചെയ്യും. വചനം വ്യക്തമായിട്ട് പറഞ്ഞു, ജീവന് വാഴാൻ വേണ്ടി ഇതൊക്കെ ചെയ്യാനെന്നല്ല പറഞ്ഞു. യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം, ഹി ഈസ് ദ റീസൺ ഫോർ മൈ റെയിനിങ്. ഞാൻ വാഴുന്നതിന്റെ അടിസ്ഥാനം അവനാ. ഒന്ന് പറഞ്ഞു, ഞാൻ വാഴുന്നതിന്റെ അടിസ്ഥാനം യേശുവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അവനെ നിന്ന് ഭക്ഷിച്ചുകൊണ്ടാണ് വാഴുന്നത്, അല്ലാതെ എന്റെ ഒരു സൽപ്രവൃത്തി കൊണ്ടല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾക്ക് ഇത് മനസ്സിലായെന്ന് അറിയത്തില്ല. അവരോടൊന്ന് പറഞ്ഞേ നിങ്ങൾക്ക് മനസ്സിലായ ഇത്രയും കാര്യം ഒന്ന് അടുത്തിരിക്കുന്ന ആൾക്ക് ഒന്ന് കരം കൊടുത്ത് പറഞ്ഞേ. നിങ്ങൾക്ക് മനസ്സിലായ ഇത്രയും കാര്യം അടുത്തിരിക്കുന്ന ആൾക്ക് ഒന്ന് കരം കൊടുത്ത് പറഞ്ഞേ. കൈ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ മുഖത്തോട് നോക്കി ഒന്ന് പറഞ്ഞേ, ഇങ്ങോട്ട് നോക്കിയിട്ടല്ല. അവരോടൊന്ന് നിങ്ങൾക്ക് മനസ്സിലായ എത്രയും ഒന്ന് പറഞ്ഞേ. ഡോക്ടറെ ഒന്ന് പറഞ്ഞേ, ഡോക്ടറെ ഒന്ന് പറഞ്ഞേ. ആ അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞേ, മനസ്സിലായ എത്രയും ഒന്ന് പറഞ്ഞേ. അവിടെ മനസ്സിലായവരൊന്ന് പറഞ്ഞേ, അടുത്തിരിക്കുന്ന ആളോട് മനസ്സിലായ എത്രയും ഒന്ന് പറഞ്ഞേ. ഒറ്റ കാര്യം ഒന്നും മനസ്സിലായില്ലേ? മനസ്സിലായ എത്രയും ഒന്ന് ഭാര്യയോട് പറ. വേറെ ഒരു പരിപാടിയില്ല. മനസ്സിലായ എത്രയും ഒന്ന് പറഞ്ഞേ. യേശു ക്രിസ്തു എന്ന അപ്പച്ചനോട് പറഞ്ഞോളെ. എല്ലാ മതങ്ങളും ഇന്നും അതേ സ്ട്രാറ്റജി തന്നെയാ. പഴക്കച്ചവടക്കാരൻ, ഏതൻ, പഴയ തന്ത്രം അത് തന്നെയാ, പുതിയ ഒന്നുമില്ല. കാരണം കാൽവരി ക്രൂശിൽ നിരായുധനാക്കിയ പിന്നെ ക്രിയേറ്റിവിറ്റി ഇല്ല, സൃഷ്ടിക്കാനുള്ള ശേഷിയില്ല. പിന്നെ ഉള്ളത് പൊടിയൊക്കെ തട്ടി തന്ത്രമായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇനി വരുമ്പോ പറ, ഇതൊന്നും ചെയ്തു നേടുന്നതല്ല. ഞങ്ങളിൽ വന്ന യേശുവിന്റെ ജീവനെ നിലനിർത്താൻ വേണ്ടി ഇത് തിന്ന് നിലനിർത്തേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല. ഇത് യേശു ക്രിസ്തു എന്ന ഏക നിമിത്തം ഞങ്ങളിൽ വാഴുന്ന ദൈവിക ജീവനാകയാൽ യേശുവിനല്ലാതെ വേറെ ഒന്നിനും ഇതിനെ ഞങ്ങളിൽ നിന്ന് അപഹരിക്കാൻ കഴിയുകയില്ല. അത് ഉറച്ചു വിശ്വസിക്കുന്നവരൊന്ന് കരമടിച്ചു യേശുവിനെ സ്തുതിച്ചേ. ഈ സമയത്ത് തന്നെ ആ ജീവന്റെ അകത്ത് എന്തൊക്കെയുണ്ടോ, അതാ ഇപ്പൊ സംഭവിക്കും. ആ ജീവന്റെ അകത്ത് എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ഇവിടെ റിവീലാവും. നിങ്ങളുടെ ഇടയിൽ അത് വെളിപ്പെടും, നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടും. തയ്യാറായിക്കോ. കാണാത്ത കണ്ണിൽ നിന്ന് ആ ജീവൻ കയറും, കേൾക്കാത്ത ചെവിയിൽ നിന്ന് ആ ജീവൻ കയറും, നടക്കാത്ത കാലിൽ നിന്ന് ആ ജീവൻ കയറും. ഇത് നിങ്ങൾ ഒന്നും നേടിയ ജീവനല്ല, യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം. ഒന്ന് ഉറക്കെ പറഞ്ഞു, യേശു എന്ന ഏകൻ നിമിത്തം. ഉറക്കെ പറ, യേശുവിൽ നിമിത്തം. പുത്രനുണ്ടെങ്കിൽ ജീവനുണ്ട്, പുത്രനിലുണ്ടോ അവരിൽ ജീവനുണ്ട്. അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതിനപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ല. ഒന്ന് നിങ്ങളുടെ ശരീരങ്ങളിൽ, പ്രത്യേകിച്ച് രോഗികളായിട്ട് വന്നിരിക്കുന്ന മക്കള്, നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ജീവൻ വെളിപ്പെടാനായിട്ട് ഇങ്ങനെ ഒന്ന് വിശ്വസിച്ച് ഒന്ന് പറഞ്ഞ്, രോഗികളായിരിക്കുന്ന രോഗമുള്ള സ്ഥലങ്ങളിൽ കൈവച്ചുകൊണ്ട് ഇങ്ങനെ ഒന്ന് വിശ്വസിച്ച് പറഞ്ഞ്, യേശുവേ ഞാൻ വിശ്വസിക്കുന്നു എന്നിൽ വന്ന ദൈവിക ജീവന്റെ അകത്ത് ജീവനും സമൃദ്ധമായ ജീവനും ഉള്ളതുകൊണ്ട് ആ ദൈവിക ജീവനാൽ എന്റെ ശരീരത്തെ ഞാനിപ്പോൾ സൗഖ്യമാക്കുന്നു. ഉറക്കെ പറ, എന്റെ ശരീരത്തെ ഞാനിപ്പോൾ സൗഖ്യമാക്കുന്നു. പെട്ടെന്ന് നിങ്ങൾ വിശ്വാസത്താൽ കൈവച്ചിട്ട് ഉറക്കെ വിളിച്ചു പറ, എന്റെ ശരീരത്തെ ആ ദൈവിക ജീവനാൽ ഞാനിപ്പോൾ സ്വാതന്ത്ര്യപ്പെടുത്തുന്നു, സൗഖ്യമാക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു യേശു എന്ന ജീവവൃക്ഷത്തില് എന്റെ സൗഖ്യമുണ്ട്, എന്റെ ആരോഗ്യമുണ്ട്. ഇത് തിന്നിട്ട് ആദത്തോട് ദൈവം പറഞ്ഞത് വീഴാനല്ല, വാഴാനാ. ഇത് തിന്നാൽ പിന്നെ വാഴ്ചയാ. ഇത് ആര് തിന്നുന്നോ അവന് വാഴ്ചയാ. അത് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമ്മൾ ഒരു സ്ട്രെയിനും ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലേ? What do you think? സകലതും ചെയ്ത് കഴിഞ്ഞെന്ന് വിശ്വസിച്ചാൽ ഒന്നുമില്ല. ജസ്റ്റ് വിശ്വസിക്കുക, that's all. ചെയ്ത് കഴിഞ്ഞതാകിയാൽ വിശ്വസിക്കുന്ന ഉടനെ അത് വെളിപ്പെട്ടേ പറ്റൂ, ശരീരത്തിൽ അത് വെളിപ്പെട്ടേ പറ്റൂ. രോഗികൾക്ക് വേണ്ടി കൂടുതലുള്ള പ്രാർത്ഥന ആരംഭിക്കുകയാണ്. അതിന് നിന്നോട് കർത്താവിന്റെ ആത്മാവ് ഇത് പറയുവാനായിട്ട് പറയുന്നു.
ഇതുവരെ നീ അനുഭവിച്ചതിലും, ഇതുവരെ നീ കണ്ടതിലും, ഇന്നുവരെ നീ കേട്ടതിലും വലിയ സന്തോഷം ആ മക്കളുടെ മേലേക്ക് ആ സന്തോഷം വീഴുകയാണ്. അളവില്ലാത്ത ആനന്ദ നദിയിലേക്ക് അവളെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോവുകയാണ്. ഇന്ന് പകലത്തെ ഈ ശുശ്രൂഷ മറക്കാനാവാത്ത ഒരു അനുഭവമായി നിങ്ങൾക്ക് മാറുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഒന്നോ രണ്ടോ വ്യക്തികളുടെ മേലല്ല, പല കുടുംബങ്ങളിലേക്കും അളവില്ലാത്ത ആത്മാവിന്റെ ആനന്ദ നദി വ്യക്തിത്വങ്ങളിലേക്ക് ഈ മകളെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഒന്ന് സ്തോത്രം ചെയ്യട്ടെ നിനക്ക് വേണ്ടി. മകളെ, നിന്റെ വീട്ടിൽ ഒരു ദിവസം നീ ചിരിച്ചാൽ 2 ദിവസം നീ കരയും. ഈ ക്രമത്തിൽ നിന്റെ വീട്ടിലെ ആനന്ദത്തെ തല്ലിക്കെടുത്തുന്ന ദുരാത്മാവ് നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ദൈവശക്തി അടിക്കുന്ന മകളെ, ഭയങ്കരമായിട്ട് ഇവിടെ പരിശുദ്ധാത്മാവിന്റെ പകർച്ച, ആത്മാവിന്റെ സന്തോഷം ഇവിടെ കർത്താവ് പകർന്നുകൊണ്ടിരിക്കുന്നു. നിത്യാത്മാവിന്റെ സന്തോഷം, പരിശുദ്ധാത്മാവിന്റെ അളവ് കൂടാതെയുള്ള ആനന്ദം. കർത്താവ് എന്നോട് ഇങ്ങനെ പറയുന്നു, കാലിന് നീളം വെച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയാനായിട്ട് യേശു പറയും, നീളമില്ലാത്ത കാലിന് നീളം വെച്ചോണ്ടിരിക്കുക എന്ന് കർത്താവ് പറയാൻ പറയും. ഈ ആൾക്കൂട്ടത്തിന് എവിടെയാ കാലിന് നീളമില്ലാത്ത ആളെന്ന് എനിക്ക് തപ്പിപ്പിടിക്കാൻ പറ്റില്ല. പക്ഷേ കർത്താവിന്റെ ആത്മാവ് ഇപ്പൊ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കും. നീളം കുറവുള്ള കാലുകൾക്ക് നീളം വെച്ചോണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തില് വളഞ്ഞിരിക്കുന്ന കാലുകൾ നിവർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മോൾക്കാണോ കാലിന് നീളം കുറവ്? അവളെ പിടിച്ചോ, അവളെ പിടിച്ചോ. ദൈവശക്തി അടിച്ചോണ്ടിരിക്കുന്നു. അത് നീളം വെച്ചോണ്ടിരിക്കുക. അവളെ ഇവിടെ ഇരുത്തിക്കോ, ഇരുത്തിക്കോ. ചെരുപ്പൂരി മാറ്റിക്കോ. അച്ഛാ കൈവച്ചോ, സംഗതി ഇപ്പൊ നടക്കും. ഏത് കാലിനാ നീളക്കുറവെന്ന് ചോദിക്കേ? വലത്തെ കാല്. എത്ര നീളക്കുറവുണ്ട്? 2 ഇഞ്ചുണ്ടോ? ഉണ്ട്. ഇത് നിലത്ത് കുത്താൻ പറ്റുകയില്ല. ഇത് കുത്തുകയില്ല. മറ്റേതാ കുത്തുന്നേ? ഒരു ഓപ്പറേഷൻ ചെയ്ത് തന്നിട്ടും ശരിയായില്ല. ഇവിടെ ശരിയാവും. യേശു അത് ശരിയാക്കി. ഇങ്ങോട്ട് തിരിച്ചു പിടിച്ച് നമ്മളുടെ കസേര ഇങ്ങോട്ട് തിരിച്ചു പിടിച്ച്. അച്ഛാ ഇത് പിടിച്ചോ. ഇപ്പൊ ഓൺ സ്പോട്ട് സൗഖ്യമാവും. യെസ് യെസ് യെസ്. പരിശുദ്ധാത്മാവേ, നിങ്ങൾ ആദ്യമായിട്ടാണോ വരുന്നത്? അതെ, കാണാലോ. കണ്ട് 3 ഇഞ്ച് 3-4 ഇഞ്ച്. യേശുവേ, അങ്ങയുടെ ശക്തി ഇറങ്ങി വരട്ടെ. ഞങ്ങൾക്ക് പറ്റത്തില്ല, പക്ഷെ യേശുവിന് ഇത് പറ്റും. കാരണം ഇപ്പം അത് ചേർന്ന് വന്ന് അങ്ങയുടെ നാമം മഹത്വപ്പെട്ടേ പറ്റൂ. അങ്ങയുടെ നാമം അതിനകത്ത് ഉയർത്തപ്പെട്ടേ പറ്റുള്ളൂ. സോയൻ സാർ കൈ വെക്കുമ്പോ തന്നെ അത് സംഭവിച്ചേ പറ്റൂ. കാരണം ഈ മകന്റെ കൈ അല്ല, യേശുവിന്റെ കൈയാ വെച്ചിരിക്കുന്നത്. അതിനായിട്ട് നന്ദി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ കൈയിലൂടെ ആ അത്ഭുതം നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആ സംഭവിച്ചു കഴിഞ്ഞിരിക്കാൻ സോയൻ സാറേ, നിലത്ത് വെച്ചോ.
എടുത്തു വെച്ചോ മോനെ, എഴുന്നേറ്റ് നിന്നോ. ഉപ്പുറ്റി കുത്തിക്കോ മോനെ. കരമടിച്ചോ യേശുവിന്. കണ്ടേ കണ്ടേ കണ്ടേ. ചേച്ചി ചേച്ചി എവിടെ നിന്നാ വരുന്നത്? ഞാൻ ആദ്യമായിട്ട് കാണുകയാണല്ലോ. ഇത് യഹൂദ മര്യാദയാ, ഇത് വേണ്ട. പറഞ്ഞോ, കാര്യം പറഞ്ഞോ. ചേച്ചി എവിടെ നിന്നാ വരുന്നേ? കുമ്പനാട്. ചേച്ചി, യേശു പറഞ്ഞു ചേച്ചിയുടെ ഇടത്തെ ചെവിയെ സ്പർശിക്കുവാന്ന്. ചേച്ചിയുടെ ഇടത്തെ ചെവിക്ക് എന്നാ പറ്റി? കേൾവിയില്ല. ആ അതല്ലേ, അത് പറ. ചേച്ചി അവിടെ ഇരുന്നപ്പോ ഇടത്തെ ചെവിയെ കർത്താവ് തൊടുവാന്ന് പറഞ്ഞു. എങ്ങനെയാ കേൾവി പോയേ? ജന്മനാ ഇല്ല. അപ്പൊ തീരുമാനമായി, കേറുന്നില്ല. യേശുനാഥ, ഈ വീട്ടമ്മയുടെ മേൽ കർത്താവിന്റെ മഹത്വം അടിക്കട്ടെ, യേശുവിന്റെ ജീവൻ അടിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി വരട്ടെ. ഈ നിന്റെ മകൾ ഇപ്പോൾ സൗഖ്യമാവട്ടെ, അനേകരുടെ മധ്യത്തിൽ സാക്ഷിയാവട്ടെ. നീ അവൾക്ക് വേണ്ടി അത് ചെയ്തു കഴിഞ്ഞതിനായി സ്തോത്രം. ജന്മനാ ഇല്ലാത്തത് ഈ ചെവിക്കകത്ത് ഇപ്പോൾ സൃഷ്ടിക്കപ്പെടുന്നതിനായിട്ട് സ്തോത്രം. സൃഷ്ടിക്കപ്പെടുന്നതിനായിട്ട് സ്തോത്രം. സൃഷ്ടിക്കപ്പെടട്ടെ, സൃഷ്ടിക്കപ്പെടട്ടെ. Touch of Jesus. Touch of Jesus. Touch of Jesus. Touch of Jesus. ആ, ഈ മകളെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി അങ്ങയുടെ മടിയിൽ ഇരുത്തിയുകൊണ്ട് ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ. ചെയർമാൻറ്റിക്ക് അകത്തോട്ടാക്ക. ഓ എന്റെ സ്വയൻ സാറേ, അവർക്ക് ആ ചെവിയില് ഇപ്പൊ അവരോട് ചോദിച്ചു, ഇങ്ങനെ കരണ്ട് അതിൻ്റെ അകത്ത് പാസ് ചെയ്തോണ്ടിരിക്കുക. ചോദിച്ചേ, അവർക്കത് അനുഭവമാണ്. വൈബ്രേഷൻ പോലെ തോന്നുന്നു, ഒരു വൈബ്രേഷൻ പോലെ തോന്നുന്നു. ജീസസ്, ജീസസ്. ആ കേൾവിയെ കർത്താവ് റെസ്റ്റോർ ചെയ്തോണ്ടിരിക്കുക. ജന്മന ഇല്ലാത്തത് തിരിച്ചു വന്നോണ്ടിരിക്കുക. ജന്മന കേൾവി ഇല്ലാത്ത ചെവി തുറന്നു പിടിക്കുക, കേൾവിയുള്ള ചെവി അടച്ചു പിടിക്കുക. കണ്ടേ, ഇങ്ങനെ പോരെ. നല്ലതായിട്ട് അടയ്ക്കുക, നല്ലതായിട്ട് അടച്ചോ. വീട്ടിൽ മോളും ഹസ്ബൻഡും ഞാനും. മോളുടെ പേര് ഐലിഷ്. മോള് ഇപ്പം പഠിത്തം കഴിഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ കൂടെയാണ്. ഇല്ല, ഹസ്ബൻഡ് വെളിയില്ല, അതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ കൂടെ പോയിരിക്കും. നിങ്ങളുടെ അപ്പൊ ചുറ്റുപാടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാവോ നിങ്ങൾക്ക് ഇങ്ങനെ ജന്മന ഈ ഒരു ചെവിക്ക് കേൾവിയില്ലെന്ന്? കുടുംബത്തിന് എല്ലാവർക്കും അറിയാം. കുടുംബത്തിൽ നിന്ന് വേറെ സിസ്റ്റേഴ്സ് ആണോ? വന്നേ. അവിടെ ഇരിക്കുന്ന സിസ്റ്ററുടെ പേരെന്നാ? അന്നമാമോ ചാത്തങ്കരി. ഓ, അനിയച്ചാന്റെ ആ ചൂട് കണ്ടില്ലേ, ചാത്തങ്കരിക്കാരാന്ന് പറയാൻ. അന്നമാമോ ഇങ്ങോട്ടൊന്ന് വന്നാട്ടെ. പോ. അനിയത്തിയാന്നോ ചേട്ടത്തിയാന്നോ? അനിയത്തി. ഇങ്ങനെ പറയുന്നത് ശരിയാണോ? ശരിയാ. നിങ്ങളൊക്കെ ഇത് ചേട്ടത്തിയാ? അല്ല, ഇത് അനിയത്തി. ഞാൻ ചേട്ടത്തി. ഇതാ സീനിയറാ, ഇത് ജൂനിയറാ. ജന്മന ഈ ചെവിക്ക് കേൾവി ഇല്ലായിരുന്നോ? ചെവി കേൾക്കത്തില്ലായിരുന്നു. അന്നമാമ ഇങ്ങോട്ട് വന്നേ, ചോദിക്കട്ടായോ? ഹല്ലേലൂയ.
അനമാമോ ശരിയാണോ ഈ പറയുന്നത്? ശരിയാ. ഇത് അനിയത്തിയാ? അനിയത്തിയ. നിങ്ങൾ ചേട്ടത്തി അനിയത്തിമാരെല്ലാവരും കൂടെ ഇങ്ങ് പോന്നിരിക്കുകയെന്ന്. പേര് പറഞ്ഞപ്പോഴേ അല്ല വിളിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി അവൾക്ക് സൗഖ്യം ലഭിച്ചെന്ന്. കരമടിച്ചത് യേശുവിന് മഹത്വം കൊടുത്ത്. ഈ പറയുന്നത് ശരിയാണെന്ന് നോക്കിക്കേ. ഈ പുള്ളിക്കാരി ഇനി വല്ല തട്ടിപ്പും കാണിക്കുന്നതാണോ? ഇത് അടച്ചുവിട്. ഓ, ആ സന്തോഷത്തിനായിട്ടൊന്ന് യേശു. പ്രിയരെ, ജന്മനാ ചെവിക്ക് കേൾവിയില്ലാതെ ജനിച്ചവളാണ് അവൾ. ഹല്ലേലൂയ. ഇത് അവർ 2 സഹോദരിമാരാണ്. ഈ അന്നമ്മയുടെ ഹസ്ബൻഡാണ് നിൽക്കുന്നത്. അച്ഛനും അറിയാം ഈ വിവരം അല്ലേ? ഇങ്ങോട്ടൊന്ന് വന്നേ ചോദിക്കട്ടെ. യേശു ചെയ്ത വലിയ പ്രവർത്തികൾക്കായിട്ട് ഇന്ന് വലിയ അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ ഈ വീട്ടിലോട്ട് വിവാഹം കഴിച്ചു വന്നിട്ട് എത്ര വർഷമായി? 39. അപ്പൊ അന്ന് മുതൽ ഈ പുള്ളിക്കാരി അറിയാം. കേൾക്കുകയല്ലേ ഈ ഒരു ചെവി? ഒരു ചെവി കേൾക്കത്തില്ല പറഞ്ഞു. കാര്യമായിട്ട് ഡോക്ടർ പറഞ്ഞു അല്ല. എവിടാ അപ്പൊ ഇതിന് ചെക്കപ്പും ഒക്കെ ചെയ്തോണ്ടിരുന്നേ? ഇയർഡ്രം പോയിരിക്കാന്ന് പറഞ്ഞു. ഡോക്ടർ എപ്പോഴും പറയുന്ന വാക്കാണ്. ഓ ജീസസ്. ആരാ ഇത് ചെയ്തേ? യേശു. 2 കരവും ഒന്ന് ഉയർത്തിക്കേ. എല്ലാ ലോകരാജ്യങ്ങളിൽ നിന്ന് ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം ഒരുമിക്കുന്ന ആയിരങ്ങളെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. ചങ്ങനാശ്ശേരിയിൽ കടന്നു വന്നിരിക്കുന്നതിൻ്റെ മക്കൾക്ക് വേണ്ടിയും സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഇന്നത്തെ ഈ വചനം അവരുടെ ഉള്ളിൽ വ്യാപരിക്കട്ടെ. ജീവന്റെ വൃക്ഷത്തെ അന്ന് തോട്ടത്തിൽ നട്ടു. ഹല്ലേലൂയ. പിന്നീട് ആ ജീവന്റെ വൃക്ഷത്തെ ആരും കണ്ടില്ല. എന്നാൽ കാലത്തികവിങ്കൽ കന്യകയിൽ പിറന്നവനായി ആ ജീവന്റെ വൃക്ഷം പുറത്തു വന്നല്ലോ. ആ ജീവന്റെ വൃക്ഷം പുറത്തു വന്ന് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ജീവനിലേക്കുള്ള വഴിയും ജീവൻ പറയുന്ന സത്യവും ഞാനാണ്. യഥാർത്ഥ വഴിയും യഥാർത്ഥ സത്യവും ഞാനാണ്. ഞാനാകുന്ന വഴിയിലൂടെ നിങ്ങൾ ഈ ജീവനിലേക്ക് വരുമെന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് യേശുവേ, അങ്ങേ അനുഭവിപ്പാൻ, അങ്ങേ ഭക്ഷിപ്പാൻ, ഹല്ലേലൂയ, എന്നെ തിന്നുന്നില്ല എങ്കിൽ നിങ്ങൾ ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങയുടെ ശരീരത്തിൽ നിന്ന് അങ്ങയുടെ രക്തത്തിൽ നിന്ന് ഭാഗമാക്കാവുവാൻ ഞങ്ങൾക്ക് തന്ന ശ്രേഷ്ഠകരമായ അവസ്ഥകൾക്കായിട്ട് നന്ദി. പ്രത്യേകിച്ച് നിന്റെ മക്കളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ വചന കേൾവിയാൽ അവരുടെ വീടിനെ ഞാൻ അനുഗ്രഹിക്കുന്നു. വീഴ്ചകൾ വാഴ്ചകൾക്ക് വഴിമാറട്ടെ. അതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ.